കുണ്ടറയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അവിടുത്തെ ഒരു സ്ഥിതി എന്താണ്? കുണ്ടറ നിയമസഭാ മണ്ഡലം ഇത്തവണയും UDF-നൊപ്പം തന്നെ നിൽക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLA-യുമായ PC വിഷ്ണുനാഥ്. വിദ്യാഭ്യാസ മേഖലയിലും നഗര ഗ്രാമപ്രദേശങ്ങളിലും നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞ് അത് ചൂണ്ടിക്കാട്ടിയാണ് വിഷ്ണുനാഥ് പ്രചാരണം നടത്തുന്നത്. കശുവണ്ടി മേഖലയിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന കുണ്ടറയിലെ സാധാരണ തൊഴിലാളികളുടെ ശബ്ദമായി മാറാൻ കഴിഞ്ഞ 5 വർഷവും കഴിഞ്ഞുവെന്ന് PC വിഷ്ണുനാഥ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ജനം ഈ തെരഞ്ഞെടുപ്പിലും തനിക്കൊപ്പം നിൽക്കുമെന്ന് വിഷ്ണുനാഥ് 24-നോട് പറഞ്ഞു. 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഫാക്ടറികളിൽ വന്ന് വോട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്നെ നിങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചാൽ നിയമസഭയിൽ കേരളത്തിലെ കശുവണ്ടി തൊഴിലാളികളുടെ ശബ്ദമായി ഞാൻ മാറുമെന്ന്. നിയമസഭയിൽ നിരവധി അവസരങ്ങളിൽ കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏറ്റവും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു അവകാശം കശുവണ്ടി തൊഴിലാളികൾക്ക് കാർഡ് ഹോൾഡർ ആണെങ്കിൽ ESI സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ സൗജന്യമാണെന്നുള്ളതാണ്. ഇപ്പൊ അത് കിട്ടുന്നില്ല. കാരണം എന്താ? 78 ഹാജരുണ്ടെങ്കിൽ മാത്രമേ ആ ആനുകൂല്യം കിട്ടത്തുള്ളൂ. പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കി. എവിടെയാ 78 ഹാജരുള്ളത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.